പ്രകൃതിദത്ത കാരണങ്ങളാലും കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും യുക്തിരഹിതമായ മനുഷ്യന്റെ ഇടപെടലുകളും നിമിത്തം എല്ലാ രാജ്യങ്ങളിലും ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചു വരികയാണെന്നു മാത്രമല്ല, ആഗോളതലത്തിൽ 7-ാം സ്ഥാനത്താണ്. ഈ ദുരന്തത്തെ നേരിടേണ്ടത് ഒരു വൻ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നേഷൻസും ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു വരികയാണ്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് UPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും കേരള പബ്ലിക് സർവീസ് കമ്മീഷനും അവർ നടത്തുന്ന മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒരു പ്രധാന വിഷയമായി ദുരന്ത നിവാരണത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരീക്ഷകൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചും അത് എങ്ങനെ എഴുതണമെന്നും നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് എഡ്ക്രെഡൻസ് അക്കാഡമിയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ച് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും പബ്ലിക് കമ്മീഷൻ നടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന സിലബസിന് അടിസ്ഥാനമാക്കി പുതിയ ആവിഷ്കരിച്ചിരിക്കുന്ന ചോദ്യോത്തര രീതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ മോഡ്യൂളിൽ ഡിസാസ്റ്റർ എന്താണ്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന വീഡിയോയിൽ ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഉള്ള കാരണങ്ങൾ, പ്രധാനമായും സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകൃതിദത്ത കാരണങ്ങളും മനുഷ്യ ഇടപെടലുകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരും വീഡിയോകളിൽ ഡിസാസ്റ്ററിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളായിരിക്കും ഉൾപ്പെടുത്തുക. 8ാമത്തെ മോഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റർ എന്നുള്ളതാണ്. എന്താണ് ഒരു ദുരന്തം അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ? അതിനെ സംബന്ധിച്ച് യുണൈറ്റഡ് നേഷൻസ് നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. അതായത് സീരിയസ് ഡിസ്റപ്ഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ എ സൊസൈറ്റി അറ്റ് എനി സ്കെയിൽ ഡ്യൂ ടു ഹസാർഡസ് ഇവൻറ്റ്സ് ലീഡിങ് ടു ഹ്യൂമൻ, മെറ്റീരിയൽ, എക്കണോമിക് ആൻഡ് എൻവയറമെന്റൽ ലോസസ് ആൻഡ് ഇമ്പാക്ട്സ്. അപ്പോൾ ഈ ദുരന്തം കൊണ്ട് ഒരു സമൂഹത്തിന് എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഡെഫിനിഷനിൽ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത്, പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടത് ഡിസാസ്റ്ററിനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസാസ്റ്ററുകളെ, അതിൻ്റെ കാരണങ്ങളെ നമുക്ക് പ്രധാനമായും 2ആയി തിരിക്കാം. പ്രകൃതിദത്ത കാരണങ്ങൾ, 2 മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന
ആന്ത്രോപോജനിക് റീസൺസ്. അതിനകത്ത് ഞാൻ ആദ്യമായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നാച്ചുറൽ, അതായത് പ്രകൃതിദത്ത കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായും പ്രകൃതിദത്ത കാരണങ്ങളെ ഞാൻ 5ആയി തരംതിരിക്കുകയാണ്. ഒന്ന്, ജിയോഫിസിക്കൽ ഹസാർഡ്സ്, ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ്, മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ്, ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ബയോളജിക്കൽ ഹസാർഡ്സ്. നമുക്കിതിന് ഓരോന്നും എന്താണെന്നും അത് ഏത് രീതിയിലാണ് ഡിസാസ്റ്ററിന് കാരണമാകുന്നതെന്നും നമുക്ക് നോക്കാം. ജിയോഫിസിക്കൽ, അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എർത്ത് സർഫസിൽ നിന്നും 6800-ലധികം കിലോമീറ്ററുകൾ ഉള്ളിലാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്. അവിടെ അതിശക്തമായ ഊഷ്മാവാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദുവിലുള്ളത്. ആ ഊഷ്മാവ് വർദ്ധിച്ച് പലതരത്തിലുള്ള ദുരന്തങ്ങൾക്കത് കാരണമാകും. പ്രധാനമായും ജിയോഫിസിക്കൽ ഹസാർഡ്സ് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭൂമികുലുക്കം, എർത്ത്ക്വേക്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ ഹിമപാതം, അതുപോലെ തന്നെ അഗാധ ഗർത്തങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ദുരന്തങ്ങളാണ് ജിയോഫിസിക്കൽ ഹസാർഡ്സ് കൊണ്ട് ഉണ്ടാകുന്നത്. 2, ഹൈഡ്രോളജിക്കൽ. അത് ഹൈഡ്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജലവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കടൽ ജലത്തിൻ്റെ വർധനവ് കൊണ്ട്, ഇല്ലെങ്കിൽ ജലത്തിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട്, ഊഷ്മാവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട്, അതുണ്ടാകുന്ന മറ്റു പല പ്രതിഭാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ. ഫ്ലഡ്സ്, ഡ്രൗട്ട്, സുനാമി പോലുള്ള പ്രതിഭാസങ്ങൾ, ലാൻഡ് സ്ലൈഡുകൾ, ഇവയാണ് നമുക്ക് ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്ന കാരണത്തിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നത്. ഒന്നുകൂടി ഞാൻ വിശദമാക്കാം. ഫ്ലഡ്സ് ഉണ്ടാകാറുണ്ട്, ഡ്രൗട്ട്, സുനാമി, ലാൻഡ് സ്ലൈഡുകൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യം വെതർ റിലേറ്റഡ് പ്രോസസ്സും രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ക്ലൈമറ്റ് റിലേറ്റഡുമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വെതറും ക്ലൈമറ്റും തമ്മിൽ എന്താ വ്യത്യാസം? വെതർ എന്ന് പറയുന്നത് ഒരു ഹ്രസ്വകാല പ്രതിഭാസമാണെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ദീർഘകാല പ്രതിഭാസമാണ്. ഞാൻ ഇവിടെ മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സിൽ ഇവിടെ പറയുന്നത് വെതർ മൂലം, ഇല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്. ഒന്ന്, കോൾഡ് വേവുകൾ, തണ്ടർ സ്റ്റോം, അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങുകൾ, സൈക്ലോൺസ്, ടൊർണാഡോസ്. അതായത് വെതർ റിലേറ്റഡ് ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് കോൾഡ് വേവ്സ്, അതുപോലെ തണ്ടർ സ്റ്റോം, ലൈറ്റ്നിങ്, സൈക്ലോൺസ് ആൻഡ് ടൊർണാഡോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ദീർഘകാല കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ. ഡ്രൗട്ട്സ്, ഹീറ്റ് വേവ്സ്, ഫ്ലഡ്സ്, വൈൽഡ് ഫയേഴ്സ്, ദെൻ എക്സ്ട്രീം ടെമ്പറേച്ചർ ഈവൻസ്. ഇതാണ് ക്ലൈമറ്റിന്റെ ഇല്ലെങ്കിൽ ദീർഘകാല കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്, കേരളത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ, കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കാത്തതുമായുള്ള പലതരം ഇൻഫെക്ഷനുകൾ അത് വലിയ ഒരു ദുരന്തമായി നമ്മളെ പിന്തുടരുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എപ്പിഡമിക്സ്, ഹെൽത്തിൻ്റെ അത് ഇമ്പാക്റ്റ് ഏതെല്ലാം തരത്തിലാണ്. അതുപോലെ എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ ഉണ്ട്, ഡെങ്കു, ചിക്കൻ ഗുനിയ, നിപ തുടങ്ങിയ രോഗങ്ങൾക്ക്
ഈ ബയോളജിക്കൽ ഹസാർഡ്സ് കാരണമാകുന്നുണ്ട്. പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ, ആരോഗ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന മനുഷ്യൻ്റെ നഷ്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ധാരാളമായി ഉണ്ടാകുന്ന കോട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പല രോഗങ്ങൾക്ക്, അതായത് ഡെങ്കു, ചിക്കൻ ഗുനിയ, നിപ തുടങ്ങിയ രോഗങ്ങൾക്കും ഈ ദുരന്തങ്ങൾ കാരണമാകുന്നുണ്ട്. ഇത്രയും ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതുവരെ ഞാൻ നിങ്ങളോടുമായി പങ്കുവെച്ച ഇതെന്ന് പറയുന്നത് പ്രകൃതിദത്ത കാരണങ്ങളാണ്. ഇനി മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് വർദ്ധിച്ചു വരുന്ന ദുരന്തങ്ങളാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് പ്രകൃതിദത്ത കാരണങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിദത്ത ദുരന്തങ്ങളെ നമുക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് നിയന്ത്രിക്കുവാനും കഴിയത്തില്ല. പക്ഷേ മനുഷ്യനിർമ്മിത കാരണങ്ങളെ നമുക്ക് ഫലപ്രദമായി അത് നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയും, കുറയ്ക്കുവാൻ കഴിയും. അങ്ങനെ മനുഷ്യന്റെ തെറ്റുകൾ മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ തെറ്റുകളിലൂടെ ഉണ്ടാകുന്ന ടെക്നോളജിയിൽ വന്നിരിക്കുന്ന മാൽഫങ്ഷൻ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഓയിൽ ആൻഡ് ടോക്സിക് മെറ്റീരിയൽ സ്പിൽസ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ മലയാളികൾക്ക് അറിയാവുന്നതാണ്, നമുക്ക് കടലിൽ ഉണ്ടായ ഓയിൽ ലീക്കും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ധാരാളമായി ഉണ്ടാകുന്ന പൊല്യൂഷനെ കുറിച്ച് ഞാൻ വിശദമായി പിന്നെ പറയാം. പലതരത്തിലുള്ള പൊല്യൂഷൻ, എയർ പൊല്യൂഷനുണ്ട്, വാട്ടർ പൊല്യൂഷനുണ്ട്, നോയിസ് പൊല്യൂഷനുണ്ട്. ഇതെല്ലാം വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതാണ്. പൊല്യൂഷൻ വർദ്ധിക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കാലാവസ്ഥയെ അത് മാറ്റിമറിക്കും. കാലാവസ്ഥ മാറുമ്പോൾ അത് ദുരന്തങ്ങൾക്ക് അത് കാരണമാകും. അതുപോലെ തന്നെ ട്രെയിൻ അപകടങ്ങൾ, അല്ലെങ്കിൽ വിമാനങ്ങളുടെ അപകടങ്ങൾ, അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് എക്സ്പ്ലോഷൻസ്, മൊബൈൽ പൊട്ടിത്തെറികൾ. ഇതിൽ പ്രധാനമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം ഈ ഗ്യാസ് ലീക്കുമായി വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമുക്ക് ഓർമ്മയുള്ളതാണ്. അതുപോലെ ചെർണോബിൾ, ന്യൂക്ലിയർ ഡിസാസ്റ്റർ തുടങ്ങിയവയെല്ലാം മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് മാൻമെയ്ഡും അല്ലെങ്കിൽ പ്രകൃതിദത്ത കാരണങ്ങളും മാൻമെയ്ഡ് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളുമാണ്. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം ഉണ്ടായാൽ അത് ഏത് രീതിയിലാണ് വ്യക്തികളെയും സമൂഹത്തെയും അത് ബാധിക്കുന്നത്. അത് ഞാൻ പലതായി തിരിച്ചിട്ടുണ്ട്. സോഷ്യൽ ഇമ്പാക്ട്സ്, ഇക്കണോമിക് ഇമ്പാക്ട്സ്, സൈക്കോളജിക്കൽ ഇമ്പാക്ട്, ഹെൽത്ത് ഇമ്പാക്ട്, കമ്മ്യൂണിറ്റി ഇമ്പാക്ട് ആൻഡ് എൻവയറമെന്റൽ ഇമ്പാക്ട്. അതിൽ ആദ്യത്തേതായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ ഇമ്പാക്റ്റ് ആണ്. അത് സമൂഹത്തെ എങ്ങനെ അത് ബാധിക്കും? ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വരുമാനമാണ് ഇല്ലാതാക്കുന്നത്, അവരുടെ സർവ സ്വത്തുമാണ് ഇല്ലാതായി പോകുന്നത്, തൊഴിൽ നഷ്ടപ്പെടുന്നു, അവർ പ്രവർത്തിയെടുക്കുവാനുള്ള വേദികൾ നഷ്ടപ്പെടുന്നു. അതിലൂടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു. ഇവിടെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതു ദുരന്തമുണ്ടായാലും ശരി, അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ തിക്താനുഭവം പേറേണ്ടി വരുന്നത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളെയാണ്, കുട്ടികളെയാണ്, സ്ത്രീകളെയാണ്, വരുമാനമില്ലാതെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെയാണ്. അതാണ് ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഒരു തിക്ത അനുഭവം എന്ന് പറയുന്നത് സോഷ്യൽ ഇമ്പാക്റ്റാണ്. ഇക്കണോമിക് ഇമ്പാക്റ്റിലേക്ക് നമ്മൾ സാമ്പത്തികപരമായി അതിനെ ഏത് രീതിയിലാണ് അത് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അത് പ്രോപ്പർട്ടി, ജനങ്ങളുടെ സ്വത്തിനെ, ജനങ്ങളുടെ സർവ്വ ആശ്രയത്തെ, സർക്കാരിൻ്റെ പ്രോപ്പർട്ടി എല്ലാം അത് ഡാമേജ് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനത് കാരണമായി. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും ലോക്കൽ ബോഡികളും വൻ തുക ഇതിന് റീഹാബിലിറ്റേഷന് വേണ്ടി, ഇതിനെ ദുരന്തത്തെ തരണം ചെയ്യാൻ വേണ്ടി മുടക്കേണ്ടതായി വരും. അത് ഒരു വലിയൊരു ഫിസിക്കൽ ഇംബാലൻസിനെ ഇല്ലെങ്കിൽ ക്രൈസിസിലേക്ക് അത് ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദുരന്തം വ്യക്തികളെ മാത്രമല്ല ദോഷകരമായി ബാധിക്കുന്നത്, സമൂഹത്തെ ഒന്നാകെയാണ്, അതുപോലെ തന്നെ സർക്കാരുകളെയും ആണ്. ദെൻ അടുത്തതായി നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ്. ദുരന്തങ്ങൾ വരുത്തുന്ന സൈക്കോളജി അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഹെൽത്ത് ഇമ്പാക്റ്റ്, ധാരാളം രോഗങ്ങൾ പടരുന്നതിനും ഉണ്ടാകുന്നതിനും ഉണ്ടായാൽ അത് ക്യൂർ ചെയ്യുന്നതിനെയുമൊക്കെ അത് ബാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചരിത്രം നമ്മളോട് പറയുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റ്, അതുപോലെ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ്. ഞാൻ പരിസ്ഥിതിക്ക് ഏത് രീതിയിലാണ്, പരിസ്ഥിതിയെയാണ് ഈ ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ നാമാവിശേഷമാക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയാണ്, നമ്മുടെ ആവാസ വ്യവസ്ഥയാണ്. നമ്മുടെ നിലനിന്നു പോകുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഒരു ദോഷകരമായ പ്രവർത്തനം അല്ലെ ദോഷകരമായ ഭവിഷ്യത്തുകളാണ് ദുരന്തങ്ങൾ സമ്മാനിക്കുന്നത്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എത്രത്തോളമാണ് ഡിസാസ്റ്ററിൻ്റെ പ്രൊഫൈൽ എത്രത്തോളമാണ്, ഇല്ലെങ്കിൽ ഡിസാസ്റ്ററിൻ്റെ വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 58.6% ലാൻഡും എർത്ത്ക്വേക്കിന് കാരണമാകുവാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ 12% ലാൻഡ്, നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഫ്ലഡിനും റിവർ ഇറോഷനും കാരണമാകുവാൻ സാധ്യതയുള്ളതാണ്. ദുരന്തങ്ങൾ വന്നാൽ 68% നമ്മളെ കൾട്ടിവബിൾ, നമ്മുടെ കൃഷിയെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത്. അതായത് 68% നമ്മൾ കൃഷിഭൂമിയെ ദുരന്തങ്ങൾ ബാധിച്ചാൽ അത് നമ്മുടെ ഭക്ഷ്യ ഉൽപാദനത്തെ അത് ബാധിക്കും. ഭക്ഷ്യ ഉൽപാദനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി അത് ബാധിക്കും. അത് പോവർട്ടി അത് ബാധിക്കും. പോവർട്ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പോവർട്ടിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം. അതുപോലെ തന്നെ ഇന്ത്യ ഈസ് ആൾസോ വൾണറബിൾ ടു കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ എമർജൻസീസ്. അതായത് ഇന്ത്യ വ്യാവസായികമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ധാരാളം കെമിക്കൽ ഇൻഡസ്ട്രീസ് നമുക്കുണ്ട്, ധാരാളം പെസ്റ്റിസൈഡ് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമുക്കുണ്ട് ഇവിടെ നിന്നും. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്ലാന്റുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ദുരന്തങ്ങൾക്ക് വഴിതെളിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് വരുത്തിയ വിനകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഇനി ഞാനിത് നമുക്ക് ഓവറായിട്ട് മൊത്തം പറയാതെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട റീജിയനുകൾ ഏതൊക്കെയാണെന്നും ആ റീജിയനുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിസാസ്റ്ററുകളാണ് സംഭവിക്കുവാൻ സാധ്യതയുള്ളതെന്നും വളരെ വേഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന് ഹിമാലയൻ റീജിയനാണ്. നിങ്ങൾക്കറിയാം, ഹിമാലയൻ റീജിയൻ, ഗാംഗറ്റിക് പ്ലെയിൻ, അങ്ങനെയുള്ള പല മേഖലകളായിട്ടാണ് നമ്മൾ ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത്. ഹിമാലയൻ റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ ദുരന്തങ്ങൾ നിരവധി ലാൻഡ് സ്ലൈഡുകൾക്കും അതുപോലെ തന്നെ ഹിമതാപത്തിൻ്റെ അല്ലെങ്കിൽ ഹിമപാതത്തിനും ഒക്കെ കാരണമാകാറുണ്ട്, സ്ഥിരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗാംഗറ്റിക് പ്ലാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലഡും ഡ്രൗട്ടും
അവിടെ സ്ഥിരമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളാലത്തെ കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിരവധി പേരുടെ ജീവനും സ്വത്തിനും ഒക്കെ നഷ്ടപ്പെടുവാൻ കാരണമാകുന്നുണ്ട് എല്ലാ വർഷവും ഗാംഗറ്റിക് പ്ലാൻ ഏരിയകളിൽ. നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ ആണ് പ്രധാനമായും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം രാജസ്ഥാൻ പോലുള്ള ഡെസേർട്ടുകളിലൊക്കെ നമുക്ക് ആ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് ആ ചൂട് വർദ്ധിക്കുന്നതിനും ഹീറ്റ് വേവുകൾ വർദ്ധിക്കുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നദികളുള്ള ഒരു പ്രദേശമാണ് ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത്. അവിടെ, അതായത് ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഉള്ള ഡെക്കാൻ പ്ലേറ്റോയിൽ കൂടെ നർമ്മദ നദിയുണ്ട്, തവി നദിയുണ്ട്, മഹാനദിയുണ്ട്, ഗോദാവരിയുണ്ട്, കൃഷ്ണ തുടങ്ങിയ കാവേരി നദി തുടങ്ങിയ നദികളൊക്കെ ഈ ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രദേശങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും വാട്ടർ ഷോർട്ടേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സിന്റെ ഒരു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട 33ലധികം എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണുകൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റേണും ഈസ്റ്റേൺ ഗാട്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കോസ്റ്റൽ റീജിയൻ ആണ്. അതായത് കോസ്റ്റൽ റീജിയന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യക്ക് 7500ലധികം കിലോമീറ്ററുകളാണ് നമ്മുടെ തീരദേശ പ്രദേശങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കടലിലുണ്ടാകുന്ന ഏത് തരം പ്രതിഭാസത്തും, അത് ഹീറ്റ് വേവ് ആയാലും ശരി, അവിടെ ഉണ്ടാകുന്ന സുനാമി പോലുള്ള കാര്യങ്ങളായാലും ശരി, എല്ലാം നമ്മുടെ 7500ലധികം കിലോമീറ്ററുകളെ അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ്. ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലേക്ക്, അത് നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ പ്രൊഫൈൽ സ്റ്റേറ്റ് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എർത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, ജമ്മു ആൻഡ് കാശ്മീർ, സിക്കിം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂമി കുലുക്കത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. സുനാമി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് പല സംസ്ഥാനങ്ങളിലാണ് സുനാമി ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലാൻഡ് സ്ലൈഡിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഹിമാലയൻ ഏരിയകൾ പൂർണ്ണമായും ലാൻഡ് സ്ലൈഡ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്, മണ്ണിടിച്ചിൽ. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാള്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആസാം, സിക്കിം, മിസോറാം, ത്രിപുര, ഈവൻ കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഈ മണ്ണിടിച്ചിൽ വലിയ ഒരു ദുരന്തമായി സംഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്ലഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആസാം, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഫ്ലഡ് വരുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുള്ളത്. സൈക്ലോണിന്റെ കാര്യത്തിൽ നമ്മൾ വരികയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സൈക്ലോൺ കൂടുതലായി ഉണ്ടാകുവാനുള്ള സാധ്യതകളുള്ളത്. പക്ഷെ വരൾച്ച, അതായത് ഡ്രൗട്ടിന് കൂടുതൽ സാധ്യതയുള്ളത് രാജസ്ഥാനുണ്ട്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വരൾച്ച കൂടുതലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങളിലാണ്. അതുപോലെ തന്നെ കോൾഡ് വേവും ഹീറ്റ് വേവ്സും ഏറ്റവും കൂടുതൽ വടക്കേ ഇന്ത്യയിൽ പൂർണ്ണമായും ബഹുഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഹീറ്റ് വേവുകളും കോൾഡ് വേവുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള 2-3 ചോദ്യങ്ങളാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ബുക്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.
അപ്പോൾ പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ജിയോ ഫിസിക്കൽ ഡിസാസ്റ്റേഴ്സ്. ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ 3 റീസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവലാഞ്ചസ് കൊടുത്തിട്ടുണ്ട്, എർത്ത് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ഗുനിയ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ജിയോ ഫിസിക്കൽ, അതിൽ ഭൂമിയുടെ ഘടനയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാകുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഉത്തരം ബി ആണ്. ഇനിയുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് വൈൽഡ് ഫയർ ഹസാർഡ്സ്. അതായത് വൈൽഡ് ഫയർ എന്ന് പറഞ്ഞാൽ തീയുടെ വളരെ വ്യാപകമായ തീപിടുത്തത്തിന് കാരണമാകുന്ന കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കൂടുതൽ വയ്ക്കുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം വോൾക്കാനിക് എറപ്ഷന് കാരണമാകാം, എൽ നിനോ ആകാം, വോൾക്കാനിക് ലൈറ്റ്നിങ് ആകാം, ഇത് തുടങ്ങിയ അവസാനത്തെ ചോദ്യമാണ് പറയുന്നത് ആൾ ദ എബോവ്. അതിന് ഞാൻ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ കൂടുതൽ ആൻസർ വായിക്കുന്നില്ല. ഇനി ഇന്ത്യസ് ടോട്ടൽ സൈക്ലോൺ ഉണ്ടാകുവാനുള്ള സാധ്യത എത്ര ശതമാനമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ വിശദീകരിച്ചതാണ്. 8% പ്രദേശത്താണ് സൈക്ലോൺ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലായി ഉള്ളത്. ഇനി ഞാൻ 2 ടേബിളുകൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള കാര്യം പരീക്ഷയ്ക്ക് ഈ മാൻമെയ്ഡും പ്രകൃതിദത്ത കാരണങ്ങൾ അങ്ങനെയാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന സാധ്യത ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ട് ഒരു ഫുഡ് പോയിസണിങ് പോലുള്ള ഒരു ഡിസാസ്റ്റർ തന്നിട്ട് അത് മാൻമെയ്ഡ് ആണോ ഇല്ല പ്രകൃതിദത്ത കാരണങ്ങളാണോ എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്നത് ഏതാണെന്നുള്ളതാണ് നിങ്ങൾ ചോദ്യം കൃത്യമായും വായിച്ചു നോക്കണം. ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്ന പേര് ഏതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. ഫുഡ് പോയിസണിങ് മാൻമെയ്ഡ് ആണ്. ഡെങ്കു ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കുക, നാച്ചുറൽ ആണോ? ട്രെയിൻ ആക്സിഡന്റ് നാച്ചുറൽ ആണോ? ഏതായിരിക്കും ഉത്തരം? ഉത്തരം ട്രെയിൻ ആക്സിഡന്റ് നാച്ചുറൽ അല്ല, അത് മാൻമെയ്ഡ് ആണ്. മനുഷ്യൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്ന പാകപ്പിഴകൾ കൊണ്ടായിരിക്കും ട്രെയിൻ ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിപ്പ, എയർ ക്രാഷസ്, പൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നിപ്പ എന്ന് പറയുന്നത് മാൻമെയ്ഡ് അല്ല. ബാക്കി എയർ ക്രാഷസും പൊല്യൂഷനും എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എയർ ക്രാഷ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടെന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും മനുഷ്യൻ ടെക്നോളജിയെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്ന ചില പാകപ്പിഴകളാകാം എയർ ക്രാഷസിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒള്ളി റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് നിപ്പ ഒഴികെയുള്ളത് കാരണങ്ങളെല്ലാം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് തന്നെയാണ്. സോ റൈറ്റ് ആൻസർ ഡി ആണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ഡ്യൂറിങ് ഫാമിൻ. ഫാമിൻ വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷ്യക്ഷാമം വരുമ്പോൾ, ദാരിദ്ര്യം കൂടുതലായി ഉണ്ടാകുമ്പോൾ ആരെയാണ് കൂടുതലായി ബാധിക്കുന്നത്? ഗവൺമെൻറ് എംപ്ലോയീസിനെയാണോ, പ്രൊഫഷണൽസിനെയാണോ, പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനെയാണോ, വർക്കേഴ്സിനെയാണോ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജോലി ഉണ്ടാകത്തില്ല. ജോലിയില്ലെങ്കിൽ കൂലി ഉണ്ടാകത്തില്ല. കൂലിയില്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി കഴിക്കുവാനുള്ള കപ്പാസിറ്റിയും അവർക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചതാണ്. അത് നടന്ന വർഷമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് 1984 ഡിസംബർ 3 ആയിരുന്നു ഭോപ്പാൽ, അതായത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ് രാജ്യത്തെ ആഗോളതലത്തിൽ തന്നെ നടുക്കിയ ഗ്യാസ് ദുരന്തമുണ്ടായത്. അത് ഏത് വർഷം എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ എ ഈസ് റൈറ്റ് ആൻസർ. 1984 ഡിസംബർ 3. വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോകൾ നിങ്ങൾ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എഡ് ക്രെഡൻസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.